അപ്പോൾ നമ്മൾ തന്മാത്രകൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു അല്ലേ? മൂലകങ്ങളിൽ നിന്ന് തന്മാത്രകൾ ഉണ്ടാകുന്നത് പറഞ്ഞു. ഈ സെയിം ടൈപ്പ് ആറ്റംസ് ചേർന്നിട്ടായിരിക്കും എന്തുണ്ടാകുന്നത്, ഒരു മൂലകത്തിന്റെ മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്? കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ 2 or more ആറ്റംസ് അല്ലെ, 2 or അതിലധികമോ ആറ്റങ്ങൾ ചേർന്നിട്ടാണ് സംയുക്തങ്ങൾ അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. കുറെ കോമ്പൗണ്ട്സിന് നമ്മൾ എക്സാമ്പിൾ പഠിച്ചുവിടെ നോക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ 2 or more ഡിഫറെന്റ് ആറ്റംസ് ആയിരിക്കും, 2 or അതിലധികം വ്യത്യസ്ത ആറ്റങ്ങൾ ചേർന്നിട്ടായിരിക്കും സാധാരണ എന്തുണ്ടാകുന്ന കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. അതിൽ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഏതൊക്കെയാണ് അതിലുള്ള എലമെന്റ്സ് എന്നാണ്, ആറ്റംസ് എന്നാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഏതൊക്കെയാണ് അതിലുള്ള ആറ്റംസ് എന്ന് പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിലുള്ള ആറ്റംസ് എന്ന് പറയുന്നത് കാർബണും ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാ? കാർബൺ ഡൈ ഓക്സൈഡിലുള്ളത് കാർബണും, ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജനുമാണ് അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് കാർബണും, അതിലുള്ളത് ഏതാണ്? ഓക്സിജനുമായിരിക്കും ഉണ്ടായിരിക്കുക. കാർബൺ ഡൈ ഓക്സൈഡിലുള്ളത് കാർബണും ഓക്സിജൻ. ഓക്സൈഡ് എന്ന് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതിൽ എന്തുണ്ട് എന്നാണ്? ഓക്സിജൻ ഉണ്ട് എന്നാണ്. കാർബൺ ഡൈ ഓക്സൈഡ് കാർബണും ഓക്സിജനുമാണ് ഉണ്ടായിരിക്കുക. അടുത്തത് ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ്. അടുത്തത് ഏതാണ്? ഹൈഡ്രജൻ ക്ലോറൈഡ്. ഏതൊക്കെയായിരിക്കും ഹൈഡ്രജൻ ക്ലോറൈഡിൽ ഉണ്ടായിരിക്കുക? ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക. ഹൈഡ്രജൻ ക്ലോറൈഡ് നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഹൈഡ്രജൻ ക്ലോറൈഡ് എന്നാണ് പറയുന്നത്. ഏതൊക്കെയായിരിക്കും? ഹൈഡ്രജനും ക്ലോറിനും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഹൈഡ്രജൻ ക്ലോറൈഡ്. ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ക്ലോറിൻ, ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ, നൈട്രൈഡ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ. അപ്പോ ഹൈഡ്രജൻ ക്ലോറൈഡ്. ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ക്ലോറിൻ, ഹൈഡ്രജനും ക്ലോറിനുമായിരിക്കും അതിലുണ്ടായിരിക്കുന്ന ആറ്റംസ് എന്ന് പറയുന്നത്. അടുത്തൊരു മോളിക്യൂൾ വാട്ടർ മോളിക്യൂൾ. നമ്മൾ പഠിച്ചതാണ്. വാട്ടറിലുള്ള ആരൊക്കെയാണ്? വാട്ടറിലുള്ളത് ഹൈഡ്രജനും ഓക്സിജനും. വാട്ടറിലുള്ള ആരൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനുമാണ് വാട്ടറിൽ ഉണ്ടായിരിക്കുക. അപ്പോ ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജനും ക്ലോറിൻ, വാട്ടർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജൻ. ഷുഗർ മോളിക്യൂളിന്റെ കാര്യം നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഷുഗർ മോളിക്യൂൾ ഏതൊക്കെയാണ് ഷുഗർ മോളിക്യൂളിൽ ഉണ്ടായിരിക്കുന്നത്? കാർബൺ ഉണ്ട്, നമ്മൾ ഷുഗർ ചൂടാക്കിയപ്പോൾ കിട്ടിയതാണല്ലേ. കാർബൺ ഉണ്ട്, പിന്നെ അതുണ്ട് ഓക്സിജൻ ഉണ്ട്, പിന്നെ അതുണ്ട് ഓക്സിജൻ. വാട്ടറും കാർബണുമാണ് കിട്ടിയത്. വാട്ടറിലുള്ളത് ഓക്സിജനും ഹൈഡ്രജനും. അപ്പൊ ഷുഗറിലുള്ളത് കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്, ഷുഗറിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യം നമുക്ക് നോക്കാം. നമ്മളിപ്പോ കാർബൺ ഡൈ ഓക്സൈഡ് പല രീതിയിൽ നമുക്ക് കിട്ടും. ഇപ്പൊ കാർബൺ ഓക്സിജനുമായിട്ട് ചേർന്ന് കാർബൺ ബേൺസ് ഇൻ ഓക്സിജൻ, കാർബൺ ഓക്സിജനിൽ കത്തി നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കാൽഷ്യം കാർബണേറ്റ് ചുണ്ണാമ്പോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സാധനം എടുത്ത് ചൂടാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? കാൽഷ്യം കാർബണേറ്റ് അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു വസ്തു എടുത്ത് ചൂടാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഇവിടെ എല്ലാം നിങ്ങൾ പരിശോധിക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ കിട്ടിയാലും, അതായത് കാർബൺ ഓക്സൈഡിൽ കത്തി കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടിയാലും, കാൽഷ്യം കാർബണേറ്റ് ചൂടാക്കി കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടിയാലും അവിടെ എല്ലാം ഉണ്ടായിരിക്കുക ആരൊക്കെയാണ്? കാർബണും ഓക്സിജനുമാണ് ഉണ്ടായിരിക്കുക. കാർബണും ഓക്സിജനും. ഇതിൽ എത്ര കാർബൺ ആറ്റവും എത്ര ഓക്സിജൻ ആറ്റവും എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ കിട്ടി, എവിടുന്ന് കിട്ടിയാലും അതിലുണ്ടായിരിക്കുക കാർബണും ഓക്സിജനുമാണ്. ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അതിലുണ്ടായിരിക്കുക കാർബണും ഓക്സിജനുമാണ് അതിലുണ്ടായിരിക്കുക. അപ്പൊ ഇത് എത്ര എണ്ണം ഉണ്ട് അവിടെ നിങ്ങൾ നോക്കുമ്പോൾ അതിന്റെ റേഷ്യോ 1. കാർബൺ എന്ന് പറയുന്നത് ഒരു കാർബൺ ആറ്റം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൽ ഒരു കാർബൺ ആറ്റം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്സിജന്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ റേഷ്യോ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കാർബണും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ 1:2 എന്ന റേഷ്യോയിലായിരിക്കും. 1:2. ഒരു കാർബൺ ആറ്റവും 2 ഓക്സിജൻ ആറ്റം. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? അതിന്റെ സിംബൽസ് ഉപയോഗിച്ച് കാർബൺ എന്ന് പറയുന്നത് 1, ഓക്സിജൻ എന്ന് പറയുന്നത് 2. കാർബൺ എന്ന് പറയുന്നത് 1, ഓക്സിജൻ എന്ന് പറയുന്നത് 2. CO2 നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. CO2. അപ്പോ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? CO2. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. കാർബൺ ഡൈ ഓക്സൈഡിന് നമുക്ക് എന്ത്? CO2 എന്ന് എഴുതാൻ പറ്റും. ഇതാണ് ഇതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയും. രാസസൂത്രം എന്നാണ് പറയുക. രാസസൂത്രം അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല എന്നാണ് പറയുക. അപ്പൊ CO2 കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? CO2 കെമിക്കൽ ഫോർമുല
കാർബൺ ഡൈ ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല CO2 എന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല CO2, കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ രാസസൂത്രം എന്നാണ് പറയുക. അപ്പോൾ വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വാട്ടർ നമ്മൾ വെള്ളം എവിടെ നിന്ന് എടുത്താലും ഇപ്പൊ നമുക്ക് പൈപ്പിൽ നിന്ന് വെള്ളം കിട്ടുന്നു, അല്ലെങ്കിൽ കിണറിൽ നിന്ന് വെള്ളം കിട്ടുന്നു, തോടിൽ നിന്ന് വെള്ളം കിട്ടുന്നു, എവിടെ നിന്ന് നമുക്ക് വെള്ളം കിട്ടിയാലും ഒരു വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത് അതിലുള്ള ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും റേഷ്യോ എന്ന് പറയുന്നത്, ഒരു വാട്ടർ മോളിക്യൂളിലുള്ള ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും റേഷ്യോ. വാട്ടർ എടുക്കുന്നു, നിങ്ങൾ എവിടുന്ന് ജലം എടുത്തുകൊണ്ട് വരിക, അവിടെ എല്ലാം ഉള്ള വാട്ടർ മോളിക്യൂളിൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും റേഷ്യോ. ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 എണ്ണവും ഓക്സിജൻ എന്ന് പറയുന്നത് 1 എണ്ണവുമായിരിക്കും. ഹൈഡ്രജന്റെ ഓക്സിജന്റെ റേഷ്യോ 2:1 എന്ന റേഷ്യോയിലായിരിക്കും. 2:1. അപ്പോൾ നമുക്ക് വാട്ടർ മോളിക്യൂളിന്റെ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ രാസസൂത്രം എങ്ങനെ എഴുതാം? H2O എന്ന് എഴുതാം. H2O എന്നതാണ് വാട്ടറിന്റെ രാസസൂത്രം അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല. കാരണം എന്ന് പറഞ്ഞാൽ എവിടുന്ന് ജലം എടുത്തുകൊണ്ട് വന്നാലും അതിലുള്ള ഹൈഡ്രജന്റെ റേഷ്യോ ഓക്സിജന്റെ റേഷ്യോ 2:1 എന്നുള്ളതാണ്. 2:1 വാട്ടർ മോളിക്യൂളിന്റെ രാസസൂത്രം അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് H2O ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈഡ്രജൻ ക്ലോറൈഡ്, അതിൽ ഹൈഡ്രജനും ക്ലോറിനുമാണുള്ളത്. ഹൈഡ്രജനും ക്ലോറിനും തമ്മിലുള്ള റേഷ്യോ 1:1 എന്ന റേഷ്യോയിലാണ്. 1:1. അപ്പൊ ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ രാസസൂത്രം നമുക്ക് എങ്ങനെ എഴുതാം? HCl എന്ന് എഴുതാം. HCl. H എന്ന് പറഞ്ഞാൽ 1, ക്ലോറിൻ എന്ന് പറഞ്ഞാൽ 1. ഇതാണ് ഇതിന്റെ രാസസൂത്രം എന്ന് പറയുന്നത്. രാസസൂത്രം നല്ലതുപോലെ മനസ്സിലാക്കി. അപ്പോ നമ്മൾ എങ്ങനെയാണ് ഒരു കോമ്പൗണ്ടിന്റെ മോളിക്യൂളിന്റെ രാസസൂത്രം കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് എഴുതുന്നത് എന്ന് പഠിച്ചു. അടുത്തത്, ഒരു മോളിക്യൂൾ തന്നിട്ടുണ്ട്, അതിലുള്ള ആറ്റങ്ങളുടെ എണ്ണം നിങ്ങൾ കണ്ടുപിടിക്കും. ഒരു കോമ്പൗണ്ടിന്റെ മോളിക്യൂൾ തന്നിട്ടുണ്ട്, അതിലുള്ള ആറ്റങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. H2SO4 ആണ്. എത്ര മോളിക്യൂൾ H2SO4 ഉണ്ട്? ഒരു മോളിക്യൂൾ. ഫ്രണ്ടിൽ നമ്പർ ഒന്നുമില്ല അല്ലെ. H2SO4 എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂൾ. എന്താണ് H2SO4 എന്ന് പറഞ്ഞാൽ? സൾഫ്യൂരിക് ആസിഡ് ആണ്. H2SO4 എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് ആണ്. H2SO4 എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് H2SO4. ഇതിലുള്ള ആറ്റങ്ങളുടെ എണ്ണം ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. H2SO4 ഉള്ള ആറ്റങ്ങളുടെ എണ്ണം, സൾഫ്യൂരിക് ആസിഡ് മോളിക്യൂളിലുള്ള ആറ്റങ്ങളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. എങ്ങനെ കണ്ടുപിടിക്കും എന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതിലുള്ള ആറ്റങ്ങൾ, എലമെന്റ്സ് ഏതൊക്കെയെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. H2SO4 നമ്മൾ പഠിച്ചിട്ടുള്ള ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്? H ഹൈഡ്രജൻ ഉണ്ട്, S എന്ന് പറഞ്ഞാൽ സൾഫർ ഉണ്ട്, O എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഉണ്ട്. HSO എന്താണ്? ഹൈഡ്രജൻ, ഓക്സിജൻ, സൾഫർ. ഇത്രയും എലമെന്റ്സ് ആണ് ഇവിടെ ഉള്ളത് H2SO4 ഉള്ളത്. അപ്പൊ ഒരു H2SO4 മോളിക്യൂൾ തന്നിട്ടുണ്ട്. 1 ഫ്രണ്ടിൽ നമ്പർ ഒന്നുമില്ല, അപ്പൊ എത്രയാണ്? 1 ആണ്. അപ്പൊ ഒരു H2SO4 മോളിക്യൂൾ തന്നിട്ടുണ്ട്. അതിലുള്ള ആറ്റങ്ങളുടെ എണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ ഏതൊക്കെയാണ് എലമെന്റ്സ് എന്ന് ഐഡന്റിഫൈ ചെയ്തു. ഇനി ഓരോ എലമെന്റ്സിന്റെയും ആറ്റങ്ങൾ എത്ര വീതം ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു മോളിക്യൂൾ തന്നിട്ടുണ്ടെങ്കിൽ അതിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓരോ എലമെന്റ്സിന്റെയും ആറ്റങ്ങൾ എത്ര വീതം ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ H2O, H എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം? 2 എണ്ണം. H എന്ന് പറഞ്ഞാൽ 2 എണ്ണം. 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഇവിടെ ഉണ്ട്. അതാണ് 2 അല്ലെ. Hന്റെ നേരെ താഴെ 2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്? 2 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. 2 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. S എത്ര എണ്ണം ഇവിടെ? S. സൾഫർ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? സൾഫർ എന്ന് പറയുന്നത് 1 എണ്ണം ആണുള്ളത്. സൾഫർ എന്ന് പറയുന്നത് 1 എണ്ണം ആണ് ഉള്ളത്. സൾഫർ എന്ന് പറഞ്ഞാൽ 1, ഹൈഡ്രജൻ 2, സൾഫർ 1. ഹൈഡ്രജൻ 2, സൾഫർ 1. സൾഫറിന്റെ താഴെ നമ്പർ വല്ലതും ഉണ്ടോ? ഒരു നമ്പറും ഇല്ല. അപ്പൊ എത്രയാണ്? സൾഫർ 1. അടുത്തത് ഓക്സിജൻ. ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? താഴെ നമ്പർ വല്ലതും ഉണ്ടോ? താഴെ ഉണ്ട്. എത്ര നമ്പർ ഉണ്ട്? 4. O എന്ന് പറഞ്ഞാൽ 4 എണ്ണം ഉണ്ട്. O എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഓക്സിജൻ 4 എണ്ണം ഉണ്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ 1 molecule of sulfuric acid. സൾഫ്യൂരിക് ആസിഡിന്റെ ഒരു തന്മാത്രയിലുള്ള എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ എത്ര? 2 3 പ്ലസ് 4 എത്ര എണ്ണം? 7 എണ്ണമാണ് ഉള്ളത്. 7 ആറ്റങ്ങളാണ് ഉള്ളത്. 7 ആറ്റംസ്. ഒരു H2SO4 എത്ര ആറ്റംസ് ഉണ്ട്? 7 ആറ്റംസ് ആണ് ഉള്ളത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യം നമ്മൾ ഏതൊക്കെയാണ് അതിലുള്ള എലമെന്റ്സ് എന്ന് എഴുതുക. ഓരോ എലമെന്റ്സും എത്ര വീതം ഉണ്ട് എന്ന് എഴുതുക. എല്ലാം കൂടി കൂട്ടുക. അതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. അടുത്തത് തന്നിട്ടുള്ളത് 2H2SO4 ആണ്. 2H2SO4. ഏത് H2SO4 ആണോ? അടുത്ത എത്രയാണ്? 2H2SO4. എങ്ങനെ കണ്ടുപിടിക്കും എന്ന് നോക്കുക. ഇതിന്റെ അർത്ഥം എന്താണ്? 2H2SO4 2 സൾഫ്യൂരിക് ആസിഡ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ മീനിങ് എന്താണ്? 2 മോളിക്യൂൾ H2SO4 ഉണ്ട് എന്നുള്ളതാണ്. H2SO4 അങ്ങനെ 2 മോളിക്യൂൾ H2SO4
H2SO4. അങ്ങനെ 2 മോളിക്യൂൾ H2SO4 ഉണ്ട് എന്നുള്ളതാണ്. 2 മോളിക്യൂൾ H2SO4 ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇതില് നമ്മൾ ഇതുപോലെ തന്നെയാണ് ഓരോ എലമെന്റ്സും എത്ര വീതം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാം. ആദ്യം ഹൈഡ്രജൻ എത്ര ഉണ്ട്? ഹൈഡ്രജൻ ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ? അത് കെമിക്കൽ ഫോർമുലയിൽ മാറ്റമില്ല, മോളിക്യൂൾസിന്റെ എണ്ണത്തിൽ മാത്രമേ മാറ്റമുള്ളൂ. 2 ഹൈഡ്രജൻ ഉണ്ട്. 2 ഹൈഡ്രജൻ ആണുള്ളത്. 2 ഹൈഡ്രജനും ഈ 2ഉം കൂടി ഇൻറ്റു ചെയ്താൽ ഈ 2 ആണ് എല്ലാത്തിനും കോമൺ ആണ്. ഈ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്ന 2 മോളിക്യൂൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് എല്ലാത്തിനും കോമൺ ആണ്. അപ്പോൾ 2 × 2 4. ഹൈഡ്രജൻ എത്ര ഉണ്ട്? 4 എണ്ണം ആണുള്ളത്. ഹൈഡ്രജൻ എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. സൾഫർ ഇവിടെ ഒന്നാണ് ഉള്ളത്. 2 എന്ന് പറയുന്നത് എല്ലാത്തിനും കോമൺ ആണ്. അപ്പൊ 2 × 1 എത്രയാണ്? 2. സൾഫർ എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. സൾഫർ ഇവിടെ നോക്കുമ്പോൾ ഹൈഡ്രജൻ എത്ര ഉണ്ട്? 4 എണ്ണം. ഇവിടെ 2 ഇവിടെ 2, അങ്ങനെ ടോട്ടൽ എത്ര എണ്ണമായി? 4 എണ്ണമായി. സൾഫർ ഇവിടെ 1 ഇവിടെ 1, അങ്ങനെ ടോട്ടൽ എത്ര എണ്ണമായി? 2 എണ്ണമായി അല്ലേ? അടുത്ത ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക. ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? ഓക്സിജൻ ഇവിടെ 4 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ? ഓക്സിജൻ ഇവിടെ 4 എന്ന് എഴുതിയിട്ടുണ്ട്. 4 ആണോ ഉള്ളത്? ഈ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത് 2 എന്ന് പറയുന്നത് എല്ലാത്തിനും കോമൺ ആണ്. ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത് 2 എന്ന് പറയുന്നത് എല്ലാത്തിനും കോമൺ ആണ്. അപ്പം 2 × 4 എത്ര എണ്ണം കിട്ടും? 8 എണ്ണമാണ് ഉള്ളത്. ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 8 ഓക്സിജൻ ആറ്റങ്ങളാണ് ഉള്ളത്. 8 ഓക്സിജൻ ആറ്റം. ഇവിടെ നോക്കും, ഇവിടെ 4 എണ്ണം, ഇവിടെ 4 എണ്ണം, അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 8 ഓക്സിജൻ ആറ്റംസ് ആണ് ഉള്ളത്. 8 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 8 + 2 10 + 4 14 ആറ്റംസ് ആണ് ഉള്ളത്. 14 ആറ്റംസ്. അപ്പൊ 2 മോളിക്യൂൾസ് ഓഫ് സൾഫ്യൂരിക് ആസിഡിൽ എത്ര ആറ്റംസ് ഉണ്ട്? 14 ആറ്റംസ് ആണ് ഉള്ളത്. 14 ആറ്റങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അടുത്ത വേറെണ്ണം എഴുതാം, കണ്ടുപിടിക്കുക. വേറെണ്ണം എഴുതാം, നോക്കിക്കോളൂ. 7NH3. 7 മോളിക്യൂൾസ് ഓഫ് NH3. NH3 എന്ന് പറഞ്ഞാൽ അമോണിയ. 7NH3 എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക. 7 മോളിക്യൂൾസ് ഓഫ് NH3. NH3 ആണ് അമോണിയയുടെ കെമിക്കൽ ഫോർമുല. NH3 ആണ് അമോണിയയുടെ കെമിക്കൽ ഫോർമുല. ഫസ്റ്റ് സ്റ്റെപ്പ് അതിനുള്ള എന്ത് ഐഡന്റിഫൈ ചെയ്യുക? എലമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യുക. ഓരോ എലമെന്റ്സിന്റെയും മാറ്റങ്ങൾ എത്ര വീതമുണ്ട് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എലമെന്റ്സ് ആയിരിക്കും നൈട്രജനും ഹൈഡ്രജനുമാണ് ഉള്ളത്. നൈട്രജനും ഹൈഡ്രജൻ എത്ര ഉണ്ടായി? നൈട്രജൻ ഈ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്ന 7 എല്ലാത്തിനും കോമൺ ആണ്. താഴെ നമ്പർ വല്ലതുണ്ടോ? നമ്മൾ നേരത്തെ ആറ്റം കണ്ടുപിടിച്ചപ്പോൾ എങ്ങനെയാണ് താഴെയുള്ള നമ്പറും ഈ നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? താഴെ നമ്പർ വല്ലതുണ്ടോ? ഒരു നമ്പറും ഇല്ല. അപ്പൊ എത്രയാണ്? 1 ആണ്. അപ്പൊ 7 × 1 എത്രയാണ്? 7 × 1 7. അത് കിട്ടി. ഇനി നമ്മൾ എഴുതുന്നത് ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. ഹൈഡ്രജൻ എത്ര ഉണ്ട് നേരെ കണ്ടുപിടിക്കും. ഇവിടെ താഴെ 3 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. താഴെ എത്ര ഉണ്ട്? 3 ഉണ്ട്. ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്ന നമ്പർ 7 ആണ്. അപ്പൊ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 7 × 3 21 അല്ലേ? 7 × 3 21. 7 × 3 21. ടേബിൾ നന്നായിട്ട് പഠിക്കുക. എന്നാൽ ഇത് നമുക്ക് എളുപ്പത്തിന് ചെയ്തു പോകും. ഇവിടെ അറിയേണ്ട ഒരു കാര്യം ടേബിൾ മാത്രമാണുള്ളത്. മൾട്ടിപ്ലൈ ചെയ്ത് ശരിയായിട്ട് എഴുതുക എന്നുള്ളതാണ്. 7 × 3 21. ഹൈഡ്രജൻ എത്ര ഉണ്ട്? 21 എണ്ണം ഉണ്ട്. ഇനി നമ്മൾ രണ്ടും കൂടി കൂട്ടുക. 8 28. 7NH3 എത്ര ആറ്റംസ് ഉണ്ട്? 28 ആറ്റംസ് ആണ് ഉള്ളത്. 7NH3 എത്ര ആറ്റംസ് ഉണ്ട്? 28 ആറ്റംസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. C12 H22O11. C12 H22O11. എന്താണ് C12 H22O11? ഗ്ലൂക്കോസിന്റെ കെമിക്കൽ ഫോർമുലയാണ് C12 H22O11. അത് 2 മോളിക്യൂൾസ് ഉണ്ട്. 2 മോളിക്യൂൾസ് ഓഫ് C12 H22O11. ഇതിലെ നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഏതൊക്കെ ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. C കാർബൺ ഉണ്ട്, H ഹൈഡ്രജൻ ഉണ്ട്, O ഓക്സിജൻ ഉണ്ട്. 3 സാധനങ്ങളാണ് ഉള്ളത്. C കാർബൺ, H ഹൈഡ്രജൻ, O ഓക്സിജൻ. ഇത്രയും വസ്തുക്കളാണ് ഈ C12 H22O11 എന്ന് പറയുന്ന ഈ മോളിക്യൂൾ ഉള്ളത്. ഇനി ഇത് ഓരോന്നും എത്രയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. എങ്ങനെ കണ്ടുപിടിക്കും? C12 2 എന്ന് പറയുന്നത് 2ന് കോമൺ ആണ്. അപ്പൊ C12 കാർബണിന്റെ താഴെ എത്ര എഴുതിയിട്ടുണ്ട്? 12 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 12 എത്ര കിട്ടും? 24 എന്ന്. 2 × 12 24. അടുത്തത് H22 ഹൈഡ്രജൻ 22 എണ്ണം ഉണ്ട്. 2 എന്ന് പറയുന്നത് എല്ലാത്തിനും കോമൺ ആണ്. അപ്പൊ 2 × 22 എത്ര കിട്ടും? 44 എന്ന് കിട്ടും. 44. അടുത്തത് ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 11 ആറ്റങ്ങളാണ് ഉള്ളത്. 2 എന്ന് പറയുന്നത് 2ന് കോമൺ ആണ്. 2 × 11 എത്ര കിട്ടും? 22 എന്ന് കിട്ടും. 22. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 4 + 4 8 + 2 10 0 1 4 + 2 6 + 2 8 1 90 ആറ്റംസ് എന്നാണ് കിട്ടുക. 90 ആറ്റംസ്. അപ്പോ ഗ്ലൂക്കോസ്
2 ഗ്ലൂക്കോസ് മോളിക്യൂൾ 2 കീറ്റോണും H22O11. ഇത് എത്ര ആറ്റംസ് ഉണ്ട്? 90 ആറ്റംസ് ആണ് ഉള്ളത്. 90 ആറ്റംസ് ആണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ രാസപ്രവർത്തനങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും. പലതരം രാസപ്രവർത്തനങ്ങൾ നമ്മൾ 7ാം ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുള്ളതാണ്. അത്തരത്തിലൊരു രാസപ്രവർത്തനം ഞാൻ പറയുകയാണ്. ഒന്ന് സിങ്ക് എന്ന മൂലകം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. സിങ്ക് എന്ന മൂലകം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്നു. ഇതൊരു രാസപ്രവർത്തനമാണ്. ഒരു രാസപ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ പുതുതായിട്ട് കുറെ സംയുക്തങ്ങൾ ഉണ്ടാകും, പുതുതായിട്ട് കുറെ വസ്തുക്കൾ ഉണ്ടാവും. കുറെ വസ്തുക്കൾ ചേർന്ന് രാസപ്രവർത്തനം നടക്കുന്നു, പുതുതായിട്ട് ചില വസ്തുക്കൾ ഉണ്ടാവും. സിങ്ക് എന്ന് പറയുന്ന മൂലകം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ചേരുകയാണ്, പുതിയ ചില വസ്തുക്കൾ ഉണ്ടാകുന്നു. വസ്തുക്കൾ ഇവയൊക്കെയാണ് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനുമാണ് ഉണ്ടാകുന്നത്. സിങ്ക് എന്ന മൂലകം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ചേർന്ന് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ എന്ന വാതകവും ഉണ്ടാകും. സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ എന്ന വാതകവും ഉണ്ടാകും. ഇതൊരു രാസപ്രവർത്തനമാണ്, അറിയാൻ വേണ്ടി പറഞ്ഞതാണ്, മനസ്സിലാക്കിയിരിക്കുക. ഇതൊരു രാസപ്രവർത്തനമാണ്. ഈ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത കുറെ വസ്തുക്കളുണ്ട് അല്ലേ? രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത കുറെ വസ്തുക്കളുണ്ട്. എന്തൊക്കെയാണ് ഈ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത വസ്തുക്കൾ? ഏതൊക്കെയാണ് ഈ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത വസ്തുക്കൾ? ആദ്യം ഉണ്ടായിരുന്നത് സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. ആദ്യം ഉണ്ടായിരുന്നത് ഏതൊക്കെയാണ്? സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. ഈ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഭികാരകങ്ങൾ എന്ന് വിളിക്കും. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന വസ്തുക്കളെ അഭികാരകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. സബ്സ്റ്റൻസസ് that are taking part in a chemical reaction. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഭികാരകങ്ങൾ അല്ലെങ്കിൽ റിയാക്ടൻസ് എന്നാണ് വിളിക്കുന്നത്. സബ്സ്റ്റൻസസ് that are taking part in a chemical reaction is called reactants അല്ലെങ്കിൽ അഭികാരകങ്ങൾ എന്നാണ് പറയുക. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന വസ്തുക്കളെ നമ്മൾ അഭികാരകങ്ങൾ അല്ലെങ്കിൽ റിയാക്ടൻസ് എന്ന് പറയുന്നു. ഇനി ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കുറെ വസ്തുക്കൾ ഉണ്ടായി. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ ചേർന്നിട്ട് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനുമാണ് ഇവിടെ ഉണ്ടായത്. ഏതൊക്കെ ഉണ്ടായി? സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനുമാണ് ഇവിടെ ഉണ്ടായത്. സിങ്ക് ക്ലോറൈഡ് ഉണ്ടായി, ഹൈഡ്രജൻ ഉണ്ടായി. ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നവയെ the substances formed as a result of chemical reaction. The substances formed as a result of chemical reaction. Result, ഒരു രാസപ്രവർത്തനത്തിന്റെ റിസൾട്ട് ആയിട്ടുണ്ടാകുന്ന, ഫലമായിട്ടുണ്ടാകുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കുന്നു പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ എന്ന് വിളിക്കുന്നു. റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസസ് that are taking part in a chemical reaction is called reactants അല്ലെങ്കിൽ അഭികാരകങ്ങൾ എന്ന് പറയുന്നു. The substances formed as a result of chemical reaction. ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കുന്നു പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ എന്ന് വിളിക്കുന്നു. പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വിളിക്കുന്നു. റിസൾട്ടിന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ, ചേരുന്ന വസ്തുക്കളെ റിയാക്ടൻസ് അല്ലെങ്കിൽ അഭികാരങ്ങൾ. അപ്പൊ ഈ രാസപ്രവർത്തനത്തിന്റെ സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ ചേർന്ന് സിങ്ക് ക്ലോറൈഡ് ഹൈഡ്രജനും ഉണ്ടായ രാസപ്രവർത്തനത്തിന്റെ റിയാക്ടൻസ് ഏതൊക്കെയാണ്? സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് ഇതിന്റെ റിയാക്ടൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? പ്രോഡക്ട്സ് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനുമാണ് ഇതിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും. ഈ രാസപ്രവർത്തനത്തിനെ ഞാൻ ഇനി റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്. ഈ രാസപ്രവർത്തനം ഞാൻ എഴുതാൻ പോവുകയാണ്, മറ്റൊരു രീതിയിൽ എഴുതാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾ കണ്ടായിരിക്കും, മറ്റൊരു രീതിയിലേക്ക് എഴുതാൻ പോവുകയാണ്. ഇങ്ങനെ സിങ്ക് പ്ലസ് തമ്മിൽ ചേർന്ന സാധനങ്ങളെ പ്ലസ് ഇട്ട് എഴുതി. സിങ്ക് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ ആരെ വായിക്കേണ്ടത്? ഗീവ്സ് എന്നാണ്. ഗീവ്സ്. സിങ്ക് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ്സ്. എന്തൊക്കെ ഉണ്ടായി? സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടായ സാധനങ്ങളെയും പ്ലസ് ഇട്ട് എഴുതി. ഒന്നിലധികം സാധനങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അവിടെ ഇതിനെ പ്ലസ് ഇട്ട് എഴുതുക. ഒന്നിലധികം സാധനങ്ങൾ ചേരുന്നുവെങ്കിൽ ഇവിടെയും റിയാക്ടൻസ് സൈഡിലും പ്ലസ് ഇട്ട് എഴുതുക, ഇവിടെയും പ്രോഡക്റ്റ് സൈഡിലും പ്ലസ് ഇട്ട് എഴുതുക. ഇതിനെ, ഈ ആരോഗ്യ ഇപ്പുറത്തുള്ളതിനെ നമ്മൾ റിയാക്ടന്റ് സൈഡ് എന്ന് പറയും, ആരോഗ്യ അപ്പുറത്തുള്ളതിനെ എന്താണ്? പ്രോഡക്റ്റ് സൈഡ് എന്ന് പറയും. അപ്പൊ ഇതിനെങ്ങനെ വായിക്കും? സിങ്ക് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ്സ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. സിങ്ക് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ്സ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. ഇനി നമ്മൾ പഠിച്ച, എപ്പോഴും ഇങ്ങനെ നീട്ടി എഴുതിക്കൊണ്ടിരിക്കാൻ നമ്മൾ പാടായിരിക്കും അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിച്ചത്?
സിംബൽസ് പഠിച്ചത് അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സിംബൽസ് പഠിച്ചത്. ആ സിംബൽസ് ഉപയോഗിച്ച് ഈ കെമിക്കൽ ഇക്വേഷനെ അല്ലെങ്കിൽ ഈ രാസ സമവാക്യത്തിന് ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ കെമിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ രാസ സമവാക്യം എന്ന് പറയുന്നത്. കെമിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ രാസ സമവാക്യം. സിങ്ക് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ്സ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. ഈ രീതിയെ നമ്മൾ അറിയപ്പെടുന്ന ഇങ്ങനെ പ്ലസും ആരോഗ്യം ഇട്ട് എഴുതുന്ന ഈ രീതി അറിയപ്പെടുന്ന പേരാണ് കെമിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ രാസ സമവാക്യം എന്ന് പറയുന്നത്. അപ്പൊ രാസ സമവാക്യം എന്ന് പറഞ്ഞാൽ എന്താ? ഈ കെമിക്കൽ ഇക്വേഷൻ വിച്ച് റെപ്രസെന്റ്സ് എ കെമിക്കൽ റിയാക്ഷൻ യൂസിങ് സിംബൽസ് ആൻഡ് കെമിക്കൽ ഫോർമുല. സിംബൽസും അല്ലെങ്കിൽ പ്രതീകങ്ങളും കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ രാസസൂത്രങ്ങളും ഉപയോഗിച്ച ഒരു കെമിക്കൽ രാസപ്രവർത്തനത്തിന് എഴുതുന്ന രീതിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കെമിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ രാസ സമവാക്യം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? സിംബൽസും രാസസൂത്രങ്ങളും പ്രതീകങ്ങളും കെമിക്കൽ ഫോർമുലകളും ഉപയോഗിച്ച ഒരു കെമിക്കൽ ഇക്വേഷനെ ഒരു രാസ സമവാക്യത്തിന് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു കെമിക്കൽ രാസപ്രവർത്തനത്തിന് കെമിക്കൽ റിയാക്ഷനെ എഴുതുന്നതിനെയാണ് നമ്മൾ കെമിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ രാസ സമവാക്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? Zn. സിങ്കിന്റെ പ്രതീകം സിംബൽ എന്ന് പറയുന്നത് Zn എന്നാണ്. സിങ്കിന്റെ പ്രതീകം Zn. സിങ്കിന്റെ പ്രതീകം Zn എന്നാണ്. ഫസ്റ്റ് ലെറ്ററും പ്രോമിനന്റ് ലെറ്റർ ആയ Zn. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ സിംബൽ കെമിക്കൽ ഫോർമുല HCl എന്നാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല HCl. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലും സെക്കൻഡ് ലെറ്റർ സ്മോൾ എഴുതണം അല്ലെ. ഏതിൽ? Cl എന്ന് എഴുതുമ്പോൾ HCl എന്നാണ്. സിങ്ക് ക്ലോറൈഡിന്റേത് ZnCl2 എന്നാണ്. സിങ്ക് ക്ലോറൈഡിന്റേത് ZnCl2. നിങ്ങൾക്ക് ഇത് തന്നിരിക്കും. സിങ്ക് ക്ലോറൈഡിന്റേത് ZnCl2 എങ്ങനെ വരുന്നു എന്നൊന്നും നമുക്ക് ഇപ്പൊ പഠിക്കാനില്ല. ഈ സിങ്ക് ക്ലോറൈഡിന്റെ കെമിക്കൽ ഫോർമുല എന്തുകൊണ്ട് ZnCl2 വന്നു എന്നൊന്നും നമുക്ക് പഠിക്കാനില്ല. അടുത്ത വർഷം നിങ്ങൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ നമ്മൾ സിങ്ക് ക്ലോറൈഡ് ZnCl2 ഹൈഡ്രജൻ H2 ഹൈഡ്രജൻ ഹൈഡ്രജൻ ഡയറ്റോമിക് ആണ്. രണ്ട് മോളിക്യൂൾസ് ചേർന്ന് H2. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഇതിന്റെ റിയാക്ടൻസ് ഏതൊക്കെയാണ്? ZnHCl. പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? സിങ്ക് ക്ലോറൈഡ് ZnCl2 H2. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. Zn plus HCl gives ZnCl2 plus H2. സിങ്ക് ക്ലോറൈഡ് സിങ്ക് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് gives ZnCl2 plus H2. ഇതാണ് ഇതിന്റെ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ കെമിക്കൽ ഇക്വേഷൻ. രാസ സമവാക്യം എന്ന് പറയുന്നത്. രാസ സമവാക്യം നമ്മൾ മാത്സിലൊക്കെ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത് പോലെ അവിടെ നമ്മളിവിടെ ഈക്വൽ ടു സിമ്പിൾ ആണ് പറയുന്നത്. ഇവിടെ ആരോ ഉപയോഗിച്ചു അതിന് നമ്മൾ എന്ത് gives എന്ന് പറയും. Zn plus HCl gives ZnCl2 plus H2. കെമിക്കൽ റിയാക്ഷൻ ഇല്ലാതെ കെമിക്കൽ ഇക്വേഷൻസ് ഇല്ലാതെ കെമിസ്ട്രി ഇല്ല. അതുകൊണ്ട് ഇത് നന്നായിട്ട് മനസ്സിലാക്കുക, എങ്ങനെ എഴുതുന്നു എന്ന് മനസ്സിലാക്കുക. എനിക്ക് ആരോയുടെ ഇപ്പുറത്തെ സൈഡിലുള്ളത് ലെഫ്റ്റ് സൈഡിലുള്ളതിനെ ഇടതുവശത്തിലുള്ളതിനെ റിയാക്ടന്റ് സൈഡ് എന്ന് പറയും. ആരോയുടെ വലതുവശത്തുള്ളതിനെ എന്ന് പറയും പ്രോഡക്റ്റ് സൈഡ് എന്നാണ് പറയുക. റിയാക്ടന്റ് സൈഡ് പ്രോഡക്റ്റ് സൈഡ്. ഇതാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ. കെമിക്കൽ ഇക്വേഷൻ എഴുതുന്ന രീതിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്.